പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനം ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണമേ. സംഗീതവും സംഗീത ഉപകരണങ്ങളും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന മാർ ജേക്കബ് തൂങ്കുഴി താൻ തിരുപ്പട്ടം നൽകിയ കപ്പൽ പള്ളി വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ ഇടയ്ക്ക് പഠിച്ചതറിഞ്ഞ് വിളിപ്പിച്ചു. 2024 ഫെബ്രുവരി 20 കാച്ചേരിയിലെ സെൻറ് മേരീസ് മൈനർ സെമിനാരിയിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഫാദർ റോയ് എത്തി. ഇടയ്ക്കയിൽ ഗാനം ആലപിക്കാമോ എന്ന് തൂങ്കുഴി പിതാവ് ചോദിച്ചു. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ ഗാനം പാടിയപ്പോൾ മാർ തൂങ്കുഴി ആസ്വദിച്ച് കേട്ടു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: എല്ലാ നന്മകളും വരുന്നത് ദൈവത്തിൽ നിന്നാണ്. കത്തോലിക്ക എന്ന വാക്കിൻ്റെ അർത്ഥം യൂണിവേഴ്സൽ എന്നാണ്. ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന സനാതനമായ നന്മയാണ് ദൈവം. തൂങ്കുഴി പിതാവിൻ്റെ ഈ വാക്കുകൾ ഫാദർ റോയ് ജോസഫ് വടക്കൻ ഓർമ്മിച്ചു. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന അഭിമന്യ ജേക്കബ് തൂങ്കുഴി പിതാവിൻ്റെ മരണവാർത്ത ഒരു പക്ഷേ വലിയൊരു മൗനത്തിലേക്കാണ് ആദ്യം എന്നെ കൊണ്ടുപോയത്. ഞാൻ റീജൻ ബ്രദർ ആയിരിക്കുന്ന കാലം തുടങ്ങി, മൈനർ സെമിനാരിയിൽ റീജൻസ് ചെയ്യുന്ന കാലം തുടങ്ങി ഇന്നലെ വരെ ഒരുപാട് ഓർമ്മകൾ തന്നിട്ടാണ് അഭിനയ പിതാവ് കടന്നുപോയത്. ഒറ്റ വാക്കിൽ തൃശ്ശൂർക്കാരിലെ അച്ഛന്മാർക്ക്, വൈദികർക്ക്, സഭയിലെ വൈദികർക്ക് ഒരു അപ്പനെ നഷ്ടപ്പെട്ട വേദനയാണ്. ഹൃദയപൂർവം പൗരോഹിത്യത്തെ കൊണ്ട് നടന്ന, ഒപ്പം ഇടപെടുന്നിടത്തെല്ലാം സ്നേഹവും സൗമ്യനസ്സും കൈമുതലാക്കി മറ്റുള്ളവരെ കൊണ്ട് യേശുവിൻ്റെ സേവന മാതൃക പിൻചൊല്ലാൻ വിളിക്കപ്പെട്ട ഒരു പുരോഹിത ശ്രേഷ്ഠൻ. ഞാൻ ഓർക്കുന്നുണ്ട്, മൈനർ സെമിനാർ റീജൻസ് ചെയ്യുമ്പോൾ അഭിനയ പിതാവ് ആഴ്ചയിലൊരിക്കൽ മനോഹരമായി ഡ്രൈവ് ചെയ്ത് പെർഫെക്റ്റായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് കഴിവോടുകൂടെ സെമിനാരിലേക്ക് ഓടിച്ചെത്തുമായിരുന്നു, തോപ്പ് സെമിനാരിയിലേക്ക്. പിന്നെ ഡീക്കൺ ആയിരിക്കുമ്പോൾ മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും തുടങ്ങാനുള്ള വലിയൊരു ചർച്ച അതിരൂപതയിൽ നടക്കുമ്പോൾ വടവാ സെമിനാരിയിൽ നിന്ന് ഡീക്കനായ എന്നെ പോലും ആ ചർച്ചയ്ക്കായിട്ട് ക്ഷണിച്ചു. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചു. തികഞ്ഞ ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു പിതാവ്. തുടർന്ന് പിതാവിനോട് കൂടെ പ്രവർത്തിക്കാൻ കിട്ടിയ ഒരുപാട് നിമിഷങ്ങൾ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു സ്വന്തം മകനെ പോലെ കൂടെ കൊണ്ട് നടക്കുകയും നമ്മുടെ കഴിവുകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അത് അതിരൂപതയ്ക്കും സഭയ്ക്കും വേണ്ടി എങ്ങനെ വിനിയോഗിക്കാമെന്ന് കരുതലോടുകൂടെ കണ്ട ഒരു വ്യക്തിത്വം. വളരെ ഫാർ സൈറ്റഡ് ആയിട്ടുള്ള ഒരു ദർശനം പിതാവിനുണ്ടായിരുന്നു. അതേ തുടങ്ങി വെച്ച സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ MBA പഠിക്കണം, മാനേജ്മെൻറ്റ് സയൻസ്. അന്ന് അതിൻ്റെ അർത്ഥം പോലും എനിക്കറിയില്ല. പിന്നീട് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലും ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലും പ്രവർത്തിച്ചപ്പോൾ അഭിനയ പിതാവിൻ്റെ ദീർഘവീക്ഷണം ഒത്തിരിയേറെ അടുത്തറിഞ്ഞിട്ടുണ്ട്. പിതാവിൻ്റെ വേർപാട് നമുക്കൊക്കെ ദുഃഖം നൽകുമെങ്കിലും ഒരുപാട് ഓർമ്മകൾ, ജീവനുള്ള ഒരുപാട് ഓർമ്മകൾ നമുക്ക് തന്നിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഒരു വൈദികൻ, ഒരു പുരോഹിതൻ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് പിതാവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹൃദയപൂർവ്വം ജീവിക്കുക, ആരെയും വേദനിപ്പിക്കാതെ സന്തോഷമുള്ള വ്യക്തിത്വങ്ങളായി മാറുക, ഒപ്പം സ്നേഹം ഗർഭം ധരിച്ച് സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുത്ത് എല്ലാവർക്കും സേവനം ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കുക. അഭിനയ പിതാവ് അപ്രകാരം ജീവിച്ച ഒരു വിശുദ്ധ ജീവിതമായിരുന്നു. ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലും ഒത്തിരിയേറെ സഹനങ്ങളും വേദനകളും ഉണ്ടായപ്പോഴും, രോഗശൈലിയിലായിരിക്കുമ്പോഴും സുസ്മരവദനായി ഒരു അപ്പൻ്റെ സ്നേഹം അടുത്തു വരുന്നവർക്കൊക്കെ കൊടുത്ത് ഇന്ന് പിതാവ് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് ദുഃഖമൊക്കെ ഉണ്ടെങ്കിലും
സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വിശുദ്ധൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യം എന്നെപ്പോലുള്ള പല വൈദികരെയും പല അൽമായരെയും ഇന്ന് ഏറെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അഭിൻ്റെ പിതാവിനെ എല്ലാവിധ പ്രണാമങ്ങളും നേരുന്നു. 2003 ഡിസംബർ 28 ഏനമ്മാവ് കർമ്മല മാതാ പള്ളിയിലാണ് മാർ തൂങ്കുഴി ഫാദർ റോയ് ജോസഫ് വടക്കന് തിരുപ്പട്ടം നൽകിയത്. വിശുദ്ധാത്മാവേ നീ